Tinsies Academy, an institute for your future. Hi all, welcome back to another video of Tinsies Academy. അപ്പോൾ ഇന്ന് നമുക്ക് റീഡിംഗ് പാർട്ട് ബിയിലെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നുള്ളത് എടുത്ത് നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് നോക്കാം. സോ ഓൾ ഓഫ് യു റെഡി അല്ലേ? സോ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും പാർട്ട് ബിയിൽ 5 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ജനറൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. സോ ഇതിനകത്ത് ഇത്തരം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് പാസേജ് റീഡ് ചെയ്യണം. കാരണം ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഐഡിയ ആയിരിക്കും നമുക്ക് പലപ്പോഴും നമ്മുടെ ആൻസർ ആയിട്ട് വരാറുള്ളത്. എന്നാൽ സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പർപ്പസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനകത്ത് നമുക്ക് ഓവറോൾ ഐഡിയ അതല്ലെങ്കിൽ മെയിൻ ഐഡിയ പാരാഗ്രാഫിൻ്റെ ജിസ്റ്റാണ് നമ്മളോട് ചോദിക്കുന്നത്. മൂവിങ് ടു ദ തേർഡ് വൺ ഷുവർട്ടി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. സോ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ക്രാക്ക് ചെയ്യണം, മസ്റ്റ് ഷുഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ക്രാക്ക് ചെയ്യണമെന്ന് ഓൾറെഡി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ റെഫറൻസിന് വേണ്ടിയിട്ട് നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. സോ ദ ഫോർത്ത് വൺ സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഫിഫ്ത്ത് വൺ സിറ്റുവേഷണൽ അല്ലെങ്കിൽ ഡിമാൻഡിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പർപ്പസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഓൾറെഡി പറഞ്ഞു പർപ്പസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് ഓവറോൾ ഐഡിയ, മെയിൻ ഐഡിയ അല്ലെങ്കിൽ ജിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ പാരഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ട് റീഡ് ചെയ്യുകയും പാരഗ്രാഫിൻ്റെ ഐഡിയ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഇതാണ്, ദ പേർപ്പസ് ഓഫ് ദ മെമ്മോ ഈസ് ടു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ആ പേർപ്പസ് എടുക്കുക എന്നുള്ളതാണ്. സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ടെക്നിക്ക് എന്ന് പറയുന്നത് ഓവറോൾ മീനിങ് അല്ലെങ്കിൽ പാരഗ്രാഫിൻ്റെ ജിസ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ആ ഒരു പാസേജ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റീഡ് ചെയ്യണം. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ക്രോണിക് പെയിൻ എന്നാണ് തന്നിരിക്കുന്നത് ഹെഡിങ്. സോ ഇനി നമ്മുടെ പാസേജിലേക്ക് കടക്കുമ്പോൾ നമ്മളോട് പറയുന്നത് ദർ ആർ മോർ ദാൻ 100 മില്യൺ പീപ്പിൾ ഹു എക്സ്പീരിയൻസ് ക്രോണിക് പെയിൻ. സോ ഇപ്പോൾ ഏകദേശം 100 മില്യൺ ആളുകൾ ഇവിടെ ക്രോണിക് പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. മൂവിങ് ടു ദ അനദർ സെൻറ്റൻസ്, ദിസ് മേ ഇൻക്ലൂഡ് പെയിൻ ഡ്യൂ ടു. സോ ഇവിടെ നമുക്ക് റീസൺ ആണ്, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ട്, സ്റ്റെയിൻഡ് മസിൽസ് ഉണ്ട്, ബൾജിങ് അല്ലെങ്കിൽ റപ്ചേർഡ് ഡിസ്കൺസ് ഇൻ ദ ലോവർ ബാക്ക് റീജിയനിൽ, ഡൈജസ്റ്റീവ് കണ്ടീഷൻസ് ലൈക്ക് ഇറിറ്റബിൾ ബവൽ സിൻഡ്രം, അതല്ലെങ്കിൽ അൺനോൺ ആയിട്ടുള്ള മറ്റ് ഡിസീസുകളുണ്ട്. അപ്പം അത് റീസൺ എന്നുള്ളൊരു ഐഡിയ നമുക്ക് തന്നു, പെയിൻ്റെ റീസൺ എന്തൊക്കെയാണെന്നുള്ളത്. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് നോക്കുന്നത്, ഓൾദോ പെയിൻ ക്യാൻ ബി ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ആൻ അക്യൂട്ട് ഇഞ്ചുറി, ക്രോണിക് പെയിൻ ഈസ് ബേർഡൻസം. സോ ഇവിടെ ക്രോണിക് പെയിൻ എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് മാനേജ് ചെയ്യാനായിട്ട്. വൺ മേജർ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തു പോകുന്നു. ദാറ്റ് ഈസ് ട്രീറ്റിംഗ് ക്രോണിക് പെയിൻ ലൈസ് വിത്ത് ഓപ്പിയോഡ് ഫാർമക്കോളജിക്കൽ ഏജൻസ് എന്നുള്ളതാണ്. അപ്പം വൺ ഓഫ് ദ പ്രോബ്ലം എന്ന് പറയുന്നത് ഇവിടെ ക്രോണിക് പെയിൻ ട്രീറ്റ് ചെയ്യുന്നത് ഇതിനിവിടെ യൂസ് ചെയ്യുന്നത് ഓപ്പിയോഡ് ഫാർമക്കോളജിക്കൽ ഏജൻസ് ആണ്. സോ അതിൻ്റെ പ്രോബ്ലംസ് അവരെന്താണെന്ന് പറയുന്നുണ്ട്. ദേ ആർ സംടൈംസ് അബ്യൂസ്ഡ് ഓർ ഡിവോട്ടഡ് ആസ് ഹാവ് എ ഹൈ റിസ്ക് ഫോർ ഓവർ ഡ്യൂസ്. അപ്പോൾ ഇതിന് 2 കാരണങ്ങളാണ് ഇവിടെ ഡിഫിക്കൽട്ട് ആവുന്നത് ഈ ഒരു ഫാർമക്കോളജിക്കൽ ഏജൻസ് ഒപ്പിയോഡ് യൂസ് ചെയ്യാനുള്ളതാണ്. ഫസ്റ്റ് വൺ, ഒന്ന് ഇവിടെ ചില സമയത്ത് ഇത് അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, അതല്ലെങ്കിൽ ഓവർ ഡോസിലേക്ക് കടക്കാറുണ്ട് എന്നുള്ളതാണ്. മൂവിങ് ടു ദ സെക്കൻഡ് പാരഗ്രാഫിലേക്ക് നമുക്ക് വരുമ്പോൾ ഇതെല്ലാം കൊണ്ട് therefore ന്യൂ ഗൈഡ്ലൈൻസ് ഫോർ പ്രിസ്ക്രിപ്ഷൻസ് ഓഫ് ഓപ്പിയോയിഡ് മെഡിക്കേഷൻസ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്രോണിക് പെയിൻ ഫോക്കസിംഗ് ഓൺ മിറ്റിഗേറ്റിംഗ് ദ റിസ്ക് വിത്ത് എ പേഷ്യൻറ്റ് സെൻറ്റേർഡ് അപ്രോച്ച് ടു കെയർ ഹാവ് ബീൻ റീസെൻ്റ്ലി റിലീസ്ഡ്. അപ്പോൾ നമ്മളോട് എന്താ പറയുന്നത്, ഈ കാരണങ്ങൾ കൊണ്ട് പുതിയ നിർദ്ദേശങ്ങൾ ഓപ്പിയോയിഡ് മെഡിക്കേഷൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതിൽ നമ്മളുടെ ക്രോണിക് പെയിനെ ട്രീറ്റ് ചെയ്യുന്ന മെഡിക്കേഷൻസ് എന്തൊക്കെ യൂസ് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ഇവിടെ പുതിയ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്, പ്രത്യേകിച്ചും ഓപ്പിയോയിഡിൻ്റെ കാര്യത്തിൽ. അത് ഫോക്കസ് ചെയ്യുന്നത് എന്തായിരുന്നു, പേഷ്യൻ്റ് സെൻറ്റേർഡ് അപ്രോച്ചാണ്. സോ അത് കെയറിനകത്താണ് അത്തരത്തിലുള്ള ഒരു അപ്രോച്ച് അവർ കൊണ്ടുവരുന്നത്, റീസെൻ്റ്ലി റിലീസ്ഡ് ആണ്. ഇത്തരം ഗൈഡ് ലൈനുകൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഷോക്ക് ടൈറ്റിംഗ് മെഡിക്കേഷൻസ് ഉപയോഗിക്കണമെന്നും ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഫോളോ അപ്പ് വേണമെന്നും അതുപോലെ തന്നെ കോംപ്ലിയൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യണമെന്നുള്ളതാണ്. സോ ആ കോംപ്ലിയൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പിൽ കൗണ്ട്സ്, യൂറിൻ ഡ്രഗ് സ്ക്രീനിങ്, അതുപോലെ തന്നെ പേഷ്യൻസിൻ്റെ ഹിസ്റ്ററീസൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് റീഫില്ലിംഗ് കൺട്രോൾഡ് മെഡിക്കേഷൻസ് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു ഐഡിയ ആണ് സെക്കൻഡ് പാരഗ്രാഫ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഓരോ പാരഗ്രാഫിനകത്ത് ഓരോ സെൻറ്റൻസിൻ്റെയും മെയിൻ ആയിട്ടുള്ള ഐഡിയാസ് എന്തൊക്കെയാണെന്നുള്ളത് എടുക്കണം. എന്നാലാണ് നമുക്ക് ആ പാരഗ്രാഫിൻ്റെ കംപ്ലീറ്റ് ഐഡിയ എന്താണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആവത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പാരഗ്രാഫിനകത്ത് 100 മില്യൺ പീപ്പിൾസ് ക്രോണിക് പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ഐഡിയ ആണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇതിൻ്റെ കാരണങ്ങളാണ്, ഡ്യൂ ടു പെയിൻ ഉണ്ടാകാനുള്ള റീസൺസ് പറയുന്നുണ്ട്. നെക്സ്റ്റ് വൺ, അവിടെ മാനേജ്മെൻറ്റ് ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്നുണ്ട്. അതിന് 2 റീസൺസും നമുക്ക് തന്നിട്ടുണ്ട്. സോ ആ ഒരു പാരഗ്രാഫിൽ നിന്ന് നമുക്കത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മെയിൻ ഐഡിയ എന്ന് പറയുന്നത് നമ്മുടെ ക്രോണിക് പെയിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആണ് തരുന്നത്. എത്ര ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഡിഫിക്കൽട്ടി ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായിട്ട് നമുക്ക് മാനേജ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. സോ ഇത് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനാണ് ക്രോണിക് പെയിനെ കുറിച്ചുള്ളത് നമുക്ക് തരുന്നത്.
മൂവിങ് ടു ദ സെക്കൻഡിലേക്ക് നമുക്ക് വരുമ്പം ഇവിടെ പ്രിസ്ക്രിപ്ഷൻ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. പേഷ്യൻറ്റ് സെൻറ്റേർഡ് അപ്രോച്ചാണ്, കെയറിലാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്, റീസെൻ്റ്ലി റിലീസ്ഡ് ആണ്. സോ എന്തൊക്കെ കാര്യങ്ങളാണ് ആ അപ്രോച്ചിനകത്ത് വരുന്നത് എന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്കത് ഐഡിയ ചെയ്യുന്നത് ചേഞ്ച് ഇൻ കെയറിൽ അവർ പേഷ്യൻറ്റ് സെൻറ്റേർഡ് അപ്രോച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ആ മാറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മളുടെ 3 ഓപ്ഷൻസ് നമ്മളൊന്ന് എടുത്ത് നോക്കുകയാണ്. എയിലേക്ക് നമുക്ക് വരുമ്പോൾ റിപ്പോർട്ട് ഓൺ ദ റൈസ് ഓഫ് മിസ്യൂസ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്. സോ ഇവിടെ നമുക്ക് ഒന്നാമത്തെ കാര്യം സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കറക്റ്റായിട്ട് അല്ല നമുക്ക് തന്നിരിക്കുന്നത്. കാരണം നമ്മളുടെ പാരഗ്രാഫിനകത്ത് നമുക്ക് തന്നിരിക്കുന്നത് സംടൈംസ് അബ്യൂസ്ഡ് എന്നാണ്, ചില സമയത്തിൽ അബ്യൂസ് ചെയ്യുന്നുണ്ടെന്നാണ്. ഇവിടെ നമുക്ക് ഫാക്റ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതായത് റിപ്പോർട്ട് ഓൺ ദ റൈസ് ഓഫ് മിസ്യൂസ്, ഇവിടെ മിസ്യൂസ് കൂടുന്നുണ്ട് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗിൻ്റെ എന്നുള്ളതാണ്. ആ ഒരു ഐഡിയ നമുക്ക് ക്ലിയർ അല്ല. അതുമാത്രമല്ല നമ്മളുടെ പാരഗ്രാഫിൻ്റെ ഓവറോൾ അല്ലെങ്കിൽ മെയിൻ ഐഡിയ ആണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഇത് വൺ ഓഫ് ദ ഐഡിയ ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ ഐഡിയ എന്ന് പറയുന്നത് നമുക്ക് ആപ്റ്റ് ആകുന്നുമില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് ബിയിലേക്ക് നമുക്ക് വരുമ്പോൾ റിമൈൻഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് എബൌട്ട് എ ചേഞ്ച് ഇൻ റൂൾസ്. അപ്പം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും മാറിയതായിട്ട് നമ്മളോട് ഇവിടെ പറയുന്നില്ല. പേഷ്യൻറ്റ് സെൻറ്റേർഡ് അപ്രോച്ച് കെയറിലുള്ളത് ഗൈഡ് ലൈൻസുകൾ വീണ്ടും വന്നിട്ടുണ്ട് എന്നാണ്, പുതിയ ഗൈഡ് ലൈൻസുകൾ വന്നിട്ടുണ്ട് എന്നാണ് നമ്മളോട് പറയുന്നത്. അതുപോലെ തന്നെ റെക്കമെൻഡേഷൻസ് ഇൻ പേഷ്യൻറ്റ് കെയർ ആണ് നമുക്കവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. മൂവിങ് ടു ദ തേർഡ് വൺ, എക്സ്പ്ലെയിൻ ദി ബാക്ക്ഗ്രൗണ്ട് ടു എ ചേഞ്ച് ഇൻ പേഷ്യൻറ്റ് കെയർ. അപ്പം ബാക്ക്ഗ്രൗണ്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതുകൊണ്ട് ഇവിടെ പേഷ്യൻറ്റ് കെയറിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, പുതിയ ഗൈഡ് ലൈൻസുകളെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊരു ഐഡിയ നമുക്കിവിടെ തരുന്നുണ്ട്. കാരണം ഫസ്റ്റ് പാരഗ്രാഫിൽ ക്രോണിക് പെയിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും സെക്കൻഡ് പാരഗ്രാഫിൽ കെയറിൽ വന്നിരിക്കുന്ന പുതിയ ഗൈഡ് ലൈൻസ് ആഡഡ് ആണ്, അല്ലെങ്കിൽ പുതിയ ഗൈഡ് ലൈൻസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം കെയറിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് അവിടെ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പാർട്ട് ബിയിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് പർപ്പസ് ഓഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ നമുക്ക് സി ആണ് നമുക്ക് കൃത്യമായിട്ട് ഓവറോൾ ഐഡിയ നമുക്ക് കൺവേ ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്തരം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ എങ്ങനെ ക്രാക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. ഇനി ഇത്തരം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ കൂടുതലായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ക്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ അപ്പോഴാണ് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഒരു സ്കോർ നമുക്ക് കിട്ടുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദ ചാനൽ ടിൻസീസ് അക്കാഡമി. Tensee's